അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നത് മരണക്ക 118 ഇതാണ് സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അപ്പോൾ ബുർജ് ഖലീഫ കഴിഞ്ഞിട്ട് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് മരണക്ക 118. ആക്ച്വലി ഇത് മരണക്ക എന്നുള്ള പേര് വരാൻ കാരണം നമുക്ക് മലേഷ്യയിൽ 1957 മലേഷ്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പേരാണ് ഈ മരണക്ക. ആക്ച്വലി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 678 മീറ്ററും 118 ഫ്ലോർസാണ് ഈ മരണക്ക ബിൽഡിങ്ങിനുള്ളത്. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ കയറിക്കഴിഞ്ഞാൽ ആക്ച്വലി ബ്രിട്ടീഷ് ബിൽക്കാകും ബാത്റൂം കേസ് KLC ടവറൊക്കെ നമുക്ക് ഒരു വ്യൂ കിട്ടും. പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല. ആക്ച്വലി ഇത് ഇനോഗ്രേഷൻ നടത്തിയത് 2024 കഴിഞ്ഞ വർഷം. അപ്പോൾ 2026 ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ അന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിന് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഫുൾ നല്ല അടിപൊളി വ്യൂ കാണാം. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് എൻട്രി പ്രവേശനം ഒന്നും നമുക്കറിയില്ല. അത് ചെക്ക് ചെയ്യാം. എന്നാലും അടിപൊളി. കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഫുൾ കംപ്ലീറ്റ് പണി കഴിയാത്തതുകൊണ്ട് ഇത് കാണും ഇല്ലയോ നമുക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്താലേ മനസ്സിലാവും. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? വിവേക് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ സർപ്രൈസ് ആക്കുന്നതാണ്. ഞാൻ കേട്ടെടുത്തോളം ഇത് അങ്ങനെയാണ്. 2026 കംപ്ലീറ്റ് ഇത് പണി കഴിയുക. മുഴുവനായിട്ട് ഓരോ സംഭവം ഓപ്പൺ ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ചില ഓപ്പൺ ആയെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ടോപ്പിൽ പോകാൻ പറ്റും നോക്കാം. ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ? ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ? ഓഗസ്റ്റ് 7 അത് ഹയാത്ത് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? ഹയാത്ത് ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 7. അത് ആക്ച്വലി ഞാൻ അറിയിട്ടില്ല. അത് വിവേകിൽ നിന്ന് റിസർവ് ചെയ്യുന്നത്. എന്താണ് റിസർവേഷൻ എടുത്തോ? സർപ്രൈസ് ആക്കിയാണോ? ഞാൻ അറിയില്ല കേട്ടോ. സർപ്രൈസ് ആണ് കേട്ടോ. 75 ഇതിൻ്റെ മുകളിൽ കയറാൻ റിസർവേഷൻ എടുക്കാൻ ചായ കുടിക്കാൻ പോകുക. വിവേകിൻ്റെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 75 ഫ്ലോറാണ്. Okay. Because I want to make sure, right? Okay. So it's plan ചെയ്യുന്നത്. നമ്മുടെ KL ടവറും മരണക്കും എയർപോർട്ട് കഴിഞ്ഞു. വിവേക് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അറിയാത്ത പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പെണ്ണുങ്ങളടുത്ത് പോയിട്ട് അത് പെണ്ണുങ്ങളടുത്ത് പോയിട്ട് മാത്രം ഡൗട്ട് എന്താ പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി ഇന്ന് ഓഗസ്റ്റ് 17 ആണ്. ഓഗസ്റ്റ് 19 ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. അപ്പം ഞാൻ വിചാരിച്ചേ
ആക്ച്വലി എനിക്ക് ഇതിൻ്റെ മേലെ എൻട്രൻസ് ഉണ്ടോ അല്ലെങ്കിൽ കയറാൻ പറ്റുമോ വെച്ചാൽ ഫുള്ളായിട്ട് കയറാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കയറാൻ പറ്റുമോ എനിക്ക് അറിയില്ല. റിസർവേഷൻ എടുക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു മുഖഭാവം ഇതിനായിട്ട് മുഖം കണ്ടാൽ കള്ളക്കളി തോന്നുന്നു. Academic experience. Later on, I'll bring you to swimming before you go into the Langkawi. just like Vanilla is like Penang vanilla. It's too sweet actually. If you love sweet, then you can try it out. yeah, I take one piece. I can mix and match. So meaning that truffle you can mix this Okay. and also the dark chocolate also. Okay. Yeah. Okay. So you want. ചോക്ലേറ്റ് വാനില നമ്മൾ പെനാൽ വാനില ഇതെന്തായിരുന്നു Dark ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ സെയിം ഫ്ലേവർ milk chocolate. എന്താ Milk chocolate. മിൽക്ക് ചോക്ലേറ്റ് ആണ് ഓക്കെ. എങ്ങനെയുണ്ട്? പാൽപ്പൊടി ഇല്ലേ പാൽപ്പൊടി അത് കഴിക്കുന്നതാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഉണ്ടാവും. വേറെ ഫ്ലേവറോ കാര്യങ്ങളൊന്നുമില്ല. ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് അല്ലേ. ഇതെല്ലാം നമുക്ക് കോംപ്ലിമെൻ്റിനായിട്ട് തന്നതാണോ? മറ്റേ ചിപ്സ് ഇല്ലേ ഇത് ബീറ്റ്റൂട്ട് ചിപ്സാണ്. ആക്ച്വലി ഞാൻ നേരത്തെ ഡൗട്ട് ആയിട്ട് പറഞ്ഞ മുമ്പ് നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ മറ്റേ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ സർപ്രൈസ് റെഡിയായിട്ടുണ്ട്. അങ്ങനെയോ? ഞാൻ ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ അവള് കമ്പറാണ് അവരുടെ സർവീസ് വന്നതാണ്. ആക്ച്വലി ആനിവേഴ്സറി ആണ് പറഞ്ഞത്. അപ്പം അവരെ വക സ്പെഷ്യൽ സർപ്രൈസ് ആണ്. ഇവനാണ്. Thank you so much. How long is your anniversary? It's actually 6th anniversary. Wow! Long lasting. Enjoy, Michael. Thank you so much. Oh. എങ്ങനെയുണ്ട്? രണ്ടുപേരും കൂടി ഭയങ്കര പ്ലാനിങ്. പക്ഷെ ഇവനൊന്നും അറിയുന്നില്ല. അല്ല ഞാൻ പറഞ്ഞ തന്നെയാണ്. അവൾ ആക്ച്വലി ഇങ്ങോട്ട് തന്നതാണ്. സ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുത്തതാണ്. നമ്മള് കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ലേഡിനെ ഏൽപ്പിച്ചായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്നത് റെക്കോർഡ് ആയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് നമ്മളെ മിസ്സായിപ്പോയി. അപ്പൊ ജസ്റ്റ് കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് ചെറിയ ക്യൂട്ട് സർപ്രൈസ് താങ്ക്സ് കേൾക്കാം. അപ്പൊ അടുത്ത പക്ഷെ നമ്മുടെ ആനിവേഴ്സറിന്റെ സെലിബ്രേഷൻ ഇതോടെ നമ്മൾ കഴിക്കുന്നില്ല. നമ്മുടെ ആനിവേഴ്സറി 19 ഇന്ന് 17. 19 നമ്മൾ ലങ്കാവിലല്ല അല്ലേ? ലങ്കാവിലാണ് ഉണ്ടാവാൻ. അപ്പൊ സർപ്രൈസ് കാര്യങ്ങളൊന്ന് ഈ മലേഷ്യയിൽ വന്നതിന്റെ വലിയൊരു സർപ്രൈസ്. ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മള് മലേഷ്യയിൽ തന്നെ വന്ന്. അപ്പൊ ഞാൻ വന്നിങ്ങനെ ചൂടാക്കിയാണ് വിചാരിച്ചു. പണിക്കൊന്ന് ഇറങ്ങി നമ്മൾ മുക്കിറ്റ് ബിങ്കാങ്ങിലേക്ക് പോവാം. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡും കാര്യങ്ങൾ ഷവർമയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി കഴിച്ച അതേ പ്ലേസിൽ തന്നെ പോയിട്ട് ഷവർമയും കാര്യങ്ങളും കഴിക്കാൻ. മെട്രോ തന്നെയാ അല്ലെങ്കിൽ മറ്റേ നമ്മളെ സ്ഥലത്തുള്ള ഇതുണ്ട്. മെട്രോ തന്നെ പറയാ. ഈ പച്ച ലൈൻ കണ്ട, ഈ പച്ച ലൈൻ കണ്ട നമ്മളെ മറ്റേ മോണോറെയിൽ 8 മോണോറെയിൽ ലൈൻ. ഓക്കെ മോണോറെയിൽ ഇത് ഇവിടെ ഉള്ളത്
ഇത് ഹാങ് തുവാ. ഇവിടെ നിന്ന് നമുക്ക് നേരെ ബുക്കറ്റിലേക്ക് പോവാം. ഇവിടെ നിന്നും ബുക്കറ്റിലേക്ക് പോവാം. അവിടെ നിന്ന് കണക്ട് ചെയ്യണത് എന്ത് കണക്ഷനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ സ്ഥലത്ത് നമ്മൾ പിന്നെ KL ടവറിലേക്ക് പോകാനിരിക്കുന്നത്. KL ടവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മേലെ ടോപ്പിലേക്ക് കയറുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓൾറെഡി ലോകം കുറേ കണ്ടു. ഓൾറെഡി നമ്മൾ ഓൾറെഡി തായ്ലൻഡിൽ പോയ സമയത്ത് തായ്ലൻഡല്ലേ ഇപ്പം ഇവിടെ തന്നെ 2 പ്രാവശ്യം കണ്ടു. ഓൾറെഡി അതേ സംഭവത്തിൻ്റെ ഞാൻ പറയുന്നത് തായ്ലൻഡിൽ പോയിട്ട് അതേ ഒരു സംഭവം നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഇവിടെ ട്വിൻ ടവറിൽ പോയി. പിന്നെ ട്വിൻ ടവറിൽ പോയി, ഇവിടെ ഇപ്പം മെർഡക്കയിൽ പോയി, പോയി. അപ്പോൾ താഴെക്കട തന്നെ അവിടെയും കാണാൻ എല്ലാം സെയിം ആണല്ലോ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് താഴെ നിന്ന് മേലോട്ടേക്കുള്ള വ്യൂ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് KL ടവർ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഫോട്ടോയിനും വീഡിയോന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണാനും വേണ്ടി മാത്രം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ അല്ലേ കേട്ടാൽ ഇവിടെ കോലാലംപൂറിൽ മലേഷ്യ കോലാലംപൂറിൽ ലാസ്റ്റ് ഡേ ആണ്. താഴെ മുകളിൽ അടിയിലൊക്കെ ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ആ ലൈൻ പോയതൊരു ട്രെയിൻ, അതിൻ്റെ മുകളിലൊരു ട്രെയിൻ, ഇതിൻ്റെ അടിയിലൊരു ട്രെയിൻ. നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ ലങ്കാവിയിലേക്കാണ് പോകുന്നത്. ലങ്കാവിയിൽ 2 days, കോലാലംപൂറിൽ 3 days. അല്ല ആ പണിയിലായാലും പറയാൻ പാടില്ല. പണിയെടുക്കണ്ടേ? പണിയെടുത്തോണ്ടല്ലേ ഇങ്ങനെ വരാൻ പറ്റും. പക്ഷെ എൻജോയ് ചെയ്യാൻ വരുമ്പോൾ മൈൻഡ് ഫുൾ എൻജോയ് ചെയ്യാം. പണിയെടുത്താലേ അടുത്ത കൊല്ലം വേറെലേക്ക് പോകാൻ പറ്റും. നല്ല സൂക്ഷ്മതയാണ് കേട്ടാ. ഇപ്പം ഇവിടെ ഇല്ലേ സമയം 7 മണിയാണ്. പക്ഷെ ഇരുടാവാൻ കുറച്ച് ലേറ്റ് ആവും. 8 മണിയൊക്കെ ആകുമ്പോൾ മാത്രമേ ഇവിടെ ഇരുടാവാൻ ലേറ്റ് ആവും. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഏത് സമയത്ത് കറങ്ങി നടക്കാല്ലേ. രാത്രിയാവും. രാത്രി നമ്മളെ നാട്ടിലൊക്കെ പോയി പേടിക്കുന്നു. പേടിയതല്ല. നമ്മുടെ റൂമിലെത്തി. ഇപ്പൊ സമയം 11:15. നാട്ടിലൊക്കെ കോലാലംപൂർ ഇന്നും കൂടി നൈറ്റും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അതായത് നമ്മൾ നാളെ പോകുന്നത് ലങ്കാവിയിലേക്കാണ്. ലങ്കാവി നാളെ രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ തോന്നി. ശരി, ഇന്നത്തെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് സങ്കടമായത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആനിവേഴ്സറിന്ന് പ്രമാണിച്ചിട്ട് നമ്മളിവിടെ വന്നത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് കുഞ്ഞു കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ വെച്ച് നമ്മളെ ഹയാത്ത് മണ്ണക്കല് ഹയാത്തിന് വെച്ചിട്ട് തന്നെ ഭയങ്കര ഹാപ്പി. ബിക്കോസ് നമ്മൾ 2 പേരും കൂടെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവരെ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഒന്നും ചോദിച്ചോ ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ ഹണിമൂണിനാണെങ്കിൽ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവര് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുണ്ട് ആനിവേഴ്സറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞാണ്.
അപ്പൊ ആ ഒരു കേക്ക് തന്ന് പിന്നെ അവരെ ഞാനത് പ്രത്യേകിച്ചൊന്നും ഒന്നും കഴിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാ. അതിനുള്ളിൽ കയറാൻ വേണ്ടിട്ട് വിവേചൊന്ന് റിസർവ് ചെയ്ത് വെച്ചേ ഉള്ളൂ. അതിൽ കയറാൻ വേറെ വഴിയില്ല actually. അത് ബാറാണ്, അത് റെസ്റ്റോറന്റും അല്ല, ബാറാണ്. ആ ബാറിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ റിസർവ് ചെയ്ത് വെച്ചതാണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതിപ്പോ last week ആണ് ഓപ്പൺ ആയത് ഇവിടെ. ആ അന്ന് ഹയാത്ത് അല്ലേ, ഹയാത്ത് ഓഗസ്റ്റ് 7-ാം തീയതി ഇങ്ങനെ അന്ന് ഹയാത്തിനുള്ളിൽ ഓപ്പൺ ആയി. അപ്പൊ നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റി, അതെന്നെ വലിയൊരു സന്തോഷം. ആക്ച്വലി നമുക്ക് ആ കേക്ക് തന്നിട്ട് അവരടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കൈ കൊടുത്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരത് റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് മിസ്സായി പോയി. അപ്പൊ ഞങ്ങളത് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നത്, ജസ്റ്റ് അങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഹഗ് ചെയ്യുന്നത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായി പോയി. അതിന് ചെറിയ വിഷമമുണ്ട്, സാരമില്ല. അപ്പൊ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ദിസ് ഇസ് ഫൺ ആൻഡ് ദിസ് ഇസ് വിവേക് ആൻഡ് ദിസ് ഇസ് അവർ സ്റ്റോറി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ see you soon. Sign off.